നോക്കമ്മ ഇതെന്താണിത്? ഒരു പാന്റ് തയ്ച്ചു വെച്ചിരിക്കുന്നതാണിത്. ഇത് പാന്റാ പാവാടേ? ഞാൻ കൊണ്ടുപോയി തയ്ച്ചോളാന്ന് പറഞ്ഞതല്ലേ ഞാൻ ആ കഴിഞ്ഞോട്. പിന്നെ അവിടെ കൊണ്ടുകൊടുക്കേണ്ട കാര്യം എന്ത്? എന്തൊരു ഏത് കടയിൽ തച്ചടാ ഇത് അവള് കൊണ്ടുപോയി? എനിക്കറിയാൻ വയ്യ. ഞാൻ ആ തയ്ക്കണ കടയിൽ സ്ഥിരം തയ്ക്കണ കട കൊടുത്താ പോരായിരുന്നില്ലേ? ഒരു പാവാട പോലെ ആയി പോയല്ലോ. എങ്ങനെ മനുഷ്യന്മാരുടെ അടുത്തേക്ക് പോകുന്നു? നീ ഒരു കാര്യം ചെയ്യേ, ഇന്ന് ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഒരു തുണി എടുത്തു കൊടുത്ത് നല്ലതുപോലെ നീ അവിടെ തയ്പ്പിച്ചോണ്ടോ. അല്ല എടുത്ത് ഇങ്ങനെ ഈ കോലക്കടാക്കി വെച്ചിട്ട് നീ വേറെ ഒന്നും എടുക്കാൻ പോവല്ലേ? നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നാ തോന്നിന് അവളെ കൂടെ കൊണ്ടുവന്നാ പോരാ. ഞാൻ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. കേക്കണ്ടേ? ഞാൻ വിളിക്കാനിട്ടാണോ? ആരെങ്കിലും ഒരാളെ പേടി വേണം. ഒന്നില്ലെങ്കിൽ എന്നെ വേണം, അല്ലെങ്കിൽ അമ്മ വേണം. എടാ അവിടെ അച്ഛൻ എങ്ങനെയുണ്ട്? നല്ല കുറഞ്ഞ അയാൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ലാന്ന്. ഇപ്പൊ ശ്വാസമൊക്കെ നേരെ വിട്ടോണ്ടിരിക്കണേ. വലിവൊക്കെ മാറിയതാണ്. പിന്നെ എന്തിനാണ് അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? മോളല്ലേടാ, എങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരാൻ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങേരെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അങ്ങേര് സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ അതും കൂടെ വേണ്ടത് എന്റെ ഇടയിൽ. ബാക്കിയൊക്കെ ഓക്കെയാണ്. എടങ്ങൾ നോക്കട, ഒരു പാന്റ് കൊണ്ടുപോയിട്ട് കാണിച്ചിരിക്കണത്. അയ്യോ, ഇത് എവിടെ തയ്ച്ചാണിത്? ആ മന്ദത്തിൽ കൊണ്ടുപോയിട്ട് എവിടെ കൊടുത്തതാണ്? നീ ഒരു കാര്യം ചെയ്യ്, അവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് ജോലി കഴിഞ്ഞിറങ്ങി ഒരു നല്ല കടയിൽ കയറി പാന്റ് എടുത്തിട്ട് നല്ലതുപോലെ ഒരു പാന്റ് അയച്ചു കൊടുക്കും. ഇന്നിപ്പോ തൽക്കാലത്തേക്ക് ഇത് മതി. തൽക്കാലത്തേക്ക് മതി. അല്ല ഇത് ഇട്ടും കൊണ്ട് സ്ഥിരം പാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. പാവാടയാണോ ഇത്? എന്താണിത്? എന്തെന്നാണ് ഇതുകൊണ്ട് ഒരു ഗുണമുണ്ട്, കൊതുകൂത്തുമ്പോ ഇങ്ങനെ കൊടഞ്ഞാ മതി, തല്ലണ്ട. നാണക്കെടാണെന്ന്. പോട്ട് മക്കളെ, നീ ഇപ്പൊ പോയിട്ട് വാ. അല്ലാതെ ഇവനിപ്പോ എന്തോ ചെയ്യാനാ? അല്ലമ്മ, ഈ മാവിലി പ്ലാസ്റ്റിക് കൂട് കെട്ടി തൂക്കിട്ടാണ് എന്തിനാ? കുരുത്ത് വരുന്ന മാങ്ങ മുഴുവനും പ്രാണി കൊത്തിക്കൊണ്ട് പോകണം. എന്ത് ചെയ്യുമെന്ന് പറ, പുഴുക്കള്. അതുകൊണ്ടാണ് ഞാൻ ആ കവർ ഇട്ട് വെച്ചിരിക്കുന്നത്. ഞാനത് വേണ്ടെന്ന് പറഞ്ഞാണ്. ഇനി എന്താണെന്നറിയോ? കുറെ കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ മാങ്ങുന്നുണ്ടാവില്ല, ഈ കവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൾക്കാർ വരുന്നവർ എടുത്തോണ്ട് പോകും. ഇപ്പൊ ക്ലീറ്റസിന്റെ ശല്യം ഇല്ലാത്തതുകൊണ്ട് പുഴുക്കളുടെ ശല്യം തുടങ്ങി. അതിന്റെ ഒരു കാര്യം. പോയിട്ട് വാ. അവല്ലാത്തോണ്ടല്ലോ ഭയങ്കര സമാധാനം. പൈസക്കില്ലാവാ. അവനവിടെ പോയി അവകാശം മേടിച്ചോണ്ട് വരട്ടേന്ന്. ആ കൊച്ചു വലുതായി വരുന്നല്ലേ, അതിനെ കെട്ടിക്കാൻ നേരത്തെങ്കിലും അത് ഉപകാരപ്പെടൂലേ? എവിടെടോ അതിനൊന്നുള്ള ത്രാണില്ല. അത് അവൻ വിചാരിക്കണ്ടേ. അവനവിടെ പോണം, വിസ്ഥാനം ചാപ്പാട് എടുക്കണം. ഈ ഒരൊറ്റ വിചാരമുള്ളൂ. നാട്ടുകാരോടൊക്കെ ഇനി എങ്ങനെ പെരുമാറുന്നത് ദൈവത്തിന് അറിയാം. അമ്മാവൻ എന്നെ കണ്ടപ്പോ പറഞ്ഞത് അവിടെ പോയി നിന്നിട്ട് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചെന്നാ പറയണ. ഏതായാലും ഇനി അവൻ വരൂലിങ്ങാട്. അവിടെ നിക്കല്ലേ, ഇവിടെ നാട്ടുകാരെയും പറ്റിച്ച് ഇവനെയും പറ്റിച്ച് തിന്ന പോലെയല്ല. അവിടെ അവനൊരു വിലയൊക്കെ ഇട്ടെന്നാ പറയണ. എന്നാലും എന്ത് പറഞ്ഞാലും ശരി തന്നെ. വഴക്കെങ്കിലും വയ്യല്ലെങ്കിലും എനിക്ക് അവനെ കാണാതിരിക്കുമ്പോ വിഷമോ. ഞാനുള്ള കാര്യം പറയുമല്ലേ. ശരി, എന്നാ പോയിട്ട് വാ. എന്റെ അളിയും ഈ വഴിയൊക്കെ സിമന്റും കുഴിയൊക്കെ കുഴിയെല്ലാം എന്തോ പെട്ടെന്ന് പോകുന്നത്? അല്ലേ എന്തോ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് വേഗം. അല്ല, കൊടുത്തിട്ട് അറിഞ്ഞില്ലേ, വായിച്ചില്ലേ? എന്താ നിങ്ങൾ വരുന്നതാ? പിന്നെ അയ്യോ കണ്ടില്ല, ടിവിയിലും കൊണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും കൊള്ളരുതായി ആയിരിക്കും. ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ അല്ല, എന്താ പെട്ടെന്ന് പോകുന്നത്? ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കൊലപാതകം ഒരെണ്ണം ഉറപ്പാ. ഒന്നല്ലെങ്കിൽ ക്ലീറ്റ് അളിയനെ കൊല്ലും, അല്ലെങ്കിൽ അളിയൻ ക്ലീറ്റിനെ കൊല്ലും. അല്ല, അപ്പൊ ഈ സ്വത്തിന്റെ കാര്യം? അല്ല, അതൊക്കെ എന്റെ പെങ്ങളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളുടെ പെങ്ങളോട് നീ എങ്ങനെയെങ്കിലും പറഞ്ഞാ പോരെ? ഈ കൊച്ചിന്റെ കാര്യം തീരുമാനം. ചെറുക്ക് അവിടെ നിൽക്കാൻ നിവൃത്തിയില്ല. ആ മനുഷ്യനെ പൊന്നോ, മനുഷ്യന് സ്വൈര്യം തന്നിട്ടില്ല. സ്വത്ത് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, എങ്ങും പോകുന്നില്ല. സ്വത്തിന് വേണ്ടിയാണ് അവന്റെ ഈ വഴക്കും വയ്യ വേലി. എന്തായാലും ക്ലീറ്റ് അറിയാതെ വിൽക്കാനും പിടിക്കാനൊന്നും പറ്റൊന്നുമില്ല. കണ്ടല്ലോ അമ്മ മുതലിനെ. നീ കണ്ടല്ലേ പൊന്നളിയോ? സത്യം പറയട്ടെ, അകന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ ബന്ധങ്ങളുടെ വില അറിയണെന്ന് പറഞ്ഞത്. നീ കണ്ടല്ലോ, നീ മാടപ്രാവാ. അതുണ്ടല്ലോ, മറ്റേ ഇതാണ്, എന്താണ് അതിന് ഒരു വാക്ക് പറയണെങ്കിൽ അതിന് പറയാൻ പറ്റും. കഴുകനെന്ന് പോരാ. കഴുകനെന്ന് പറഞ്ഞാലും പറ്റില്ല. അതിനപ്പുറത്താണ് ഞാൻ ആലോചിച്ചത്. മനസ്സിലാക്കിയത് മോതിരൊക്കെ വാങ്ങിച്ചു. നിങ്ങളൊക്കെ പോയപ്പോ ചെലവ് കുറഞ്ഞല്ലോ, അപ്പൊ അത് പ്രമാണിച്ച് വാങ്ങിച്ചതാ. നല്ലതാണ് കളിയാ, സ്വർണം തന്നെ ഇത്. പക്ഷെ കല്ല് വെച്ചതാ, പണയം വെക്കാൻ പറ്റൂല. വൈകിട്ട് നേരത്തെ വരുമോ? ഫീസ് കെട്ടാനുണ്ട്. ഫീസ് കെട്ടല് നിർത്തി. അയ്യോ, ഒന്നില്ല ഇവിടുത്തെ പോണ്ടടാ. അയ്യോ, മുട്ടായി വേണ്ട, അവിടെ പല്ലെല്ലാം പോയിരിക്കണം. ബോംബെ മുട്ടായി. നല്ലൊരു ചായ എടുക്കാൻ പോയി. അമ്മ ചായ ഉണ്ടോ അമ്മ അവിടെ? നോക്കടി, ആ ഫ്ലാസ്കിൽ ചായ അരിപ്പോണ്ടാന്ന്. ഫ്ലാസ്ക് ഇട്ട് വെക്കല്ലേ. അവളിഞ്ഞ് വന്നില്ല ഇതുവരെ. ഇത് തീരൂല. എന്തുകൊണ്ട്
കുട്ടി ആലോചിച്ചിരിക്കണം? ഒടിഞ്ഞ പോസ്റ്റ് മാറ്റുന്നതിനെ കുറിച്ചാണോ? ഒടിഞ്ഞ പോസ്റ്റ് മാറ്റണ എന്തിനാ ഞാൻ ആലോചിക്കണത്? പിന്നെ എന്തായി ഖേദിച്ചിരിക്കണത്? ഞാൻ എൻ്റെ ക്ലീറ്റസിനെ പറ്റി ആലോചിക്കുക. ക്ലീറ്റസ് എന്താണ്? അവൻ വന്നില്ലേ? വന്നു. ആ എടാ, അതൊക്കെ ഓരോരുത്തരുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവൻ നിന്നെയും കൊണ്ടേ പോകുള്ളൂ. അതിനു വേണ്ടി ദൈവം ഇറക്കിയൊക്കെയാണ് അവനാ. വേറെ ഒരു കാര്യം ഈ രാജ്യത്തിന് അവനെ കൊണ്ടില്ല. എന്തേ? എന്താ ജമന്തി? വന്നല്ല ഫോൺ. അച്ഛൻ എങ്ങനെയുണ്ട്? ആണോ? എന്നാ പിന്നെ നിനക്ക് ഇങ്ങോട്ട് പോന്നൂടെ? എടി, അച്ഛന് ഭേദമായെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കണത്? ഇങ്ങ് വാ. പിന്നെ ക്ലീറ്റസും തങ്കൊക്കെ വന്നിട്ടുണ്ട്. എവിടെ? ഒന്നും ചെയ്തിട്ടില്ല. അവൻ വെറുതെ നായ പൂരം കാണാൻ പോയ പോലെ. Alien versus Alien.